പറ. ആ ഡോലു, നമ്മള് പാർക്കിൽ പോവാ. പാർക്കിൽ എവിടാ പോന്നെ? ഇങ്ങനെയാണ് മമ്മി, ഇങ്ങനെയാണ്. കാണിച്ചേ കാണിച്ചേ. ഗൈസ്, ഞങ്ങളിപ്പോ അഡ്വഞ്ചർ പാർക്കില് ഭയങ്കര അഡ്വഞ്ചർ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ദേ 3 കുട്ടി യൂട്യൂബേഴ്സ് ഇവിടെ യൂട്യൂബ് വീഡിയോ എടുക്കാൻ വേണ്ടി അടിപിടി കൂടുന്നതാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്നൊരു ചെറിയ കുട്ടി ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഓക്കെ, അങ്ങനെ നമ്മളെല്ലാവരും വണ്ടിയിൽ കയറി യാത്ര തുടങ്ങിയപ്പോൾ തന്നെ കുഞ്ഞിളം വാവേ ആ പാട്ടൊക്കെ പാടി നമ്മളെ ഉറക്കാനൊക്കെ ശ്രമിച്ചു സിയും സ്റ്റെൻസയും കൂടെ. പക്ഷെ നമ്മളാരും ഉറങ്ങിയില്ല. നമ്മൾ എൻജോയ് ചെയ്ത് നേരെ കൊല്ലത്തെത്തി. ഇതാണ് കൊല്ലം സിറ്റി. ഇതാണ് ഞങ്ങളുടെ കൊല്ലത്തിൻ്റെ സ്വന്തം ഒരേ ഒരു മോൾ, RP മോൾ. ഈ RP മോളിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്ന ഈ ഒരു പള്ളിയാണ് വേളാങ്കണ്ണി പള്ളി. അങ്ങ് മദ്രാസിലുള്ള വലിയ വേളാങ്കണ്ണി പള്ളിയിൽ പോകാൻ പറ്റാത്തവർക്കൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ കൊട്ടാരക്കരയിൽ നിന്നും കൊല്ലം വരെ 1 മണിക്കൂർ യാത്ര ചെയ്ത് എത്തിയിരിക്കുകയാണ്. നേരെ നമ്മൾ പള്ളിയിൽ കയറി ആ ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിലിരുന്ന് കുറേ സമയം പ്രാർത്ഥിച്ചു. അതിനുശേഷം നമ്മൾ നേരെ വന്നത് തുഷാര റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. ഇന്നത്തെ ലഞ്ച് നമുക്ക് ഇവിടെ നിന്നാകാം. സമയം ഇപ്പോൾ കറക്റ്റ് 1 മണി തന്നെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ലഞ്ച് കഴിച്ചിട്ട് മതി പാർക്കും ബീച്ചും ടൂറും ട്രിപ്പും ഒക്കെ എന്ന് തീരുമാനിച്ചത്. അല്ലെങ്കിൽ നമ്മുടെ കുട്ടിപ്പട്ടാളമൊക്കെ പെട്ടെന്ന് ടയേർഡാകും. പിന്നെ ഒരു മാറ്റവുമില്ല, പതിവ് പോലെ തന്നെ ഏത് റെസ്റ്റോറൻറ്റിൽ കയറിയാലും ഞാൻ ആദ്യം ഓർഡർ ചെയ്യുന്നത് ചിക്കൻ ബിരിയാണിയാണ്. സോ ഇവിടെയും അത് തെറ്റിച്ചില്ല. സോ ഞങ്ങൾ രണ്ടും ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. മമ്മി ചോറ് ഊണായിരുന്നു. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ടൊരു ബീഫ് റോസ്റ്റും വാങ്ങിച്ചു. പിന്നെ ഡോലു സ്വന്തമായിട്ടൊരു പ്ലേറ്റൊക്കെ ചോദിച്ച് വാങ്ങിച്ചതാണേ. എന്നിട്ട് അവൻ ഒറ്റയ്ക്ക് വാരി കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ സീറ്റിൽ തന്നെ നമ്മുടെ സിയയും സ്റ്റെൻസയും മോളിയമ്മയും മംഗളും ഒക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അവർ ന്യൂഡിൽസ് ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. അങ്ങനെ വിശാലമായി ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഒട്ടും സമയം പാഴാക്കാതെ ഞങ്ങൾ നേരെ കൊല്ലം ആശ്രമം മൈതാനത്തെത്തി. ഇതാണ് ഞങ്ങളുടെ കൊല്ലത്തിൻ്റെ സ്വന്തം ആശ്രമം മൈതാനം. അതെ ഗൈസ്, ആൾക്കാർ കുറവായതുകൊണ്ട് 2 മണിക്ക് ഷോ ഇല്ല, ഷോ 4 മണിക്കാക്കിയിട്ടുണ്ട്. സോ ഞങ്ങൾ ഈ സമയം വേറെ എവിടെയെങ്കിലും പോയി ചുറ്റി കറങ്ങിയിട്ട് 4 മണിക്ക് തിരിച്ചു. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ നേരെ അഡ്വഞ്ചർ പാർക്കിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഇന്നിപ്പോ വീക്കെൻഡ് ആണ്, ശനിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതേ അവിടെ നല്ല അടിപൊളി ഒരു ലേക്ക് ഉണ്ട്. അത് കാണാൻ എന്താ ഡോഗ്സ് ഒക്കെ എത്ര പേരാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ കുട്ടിപ്പട്ടാളം ഓൾറെഡി സൈക്കിളിൽ കയറി സൈക്കിളല്ലല്ലോ ഊഞ്ഞാലിൽ കയറി കഴിഞ്ഞിട്ടുണ്ട് കുട്ടിപ്പട്ടാളം. 1 നമ്പർ 2 നമ്പർ 3. ഡോലു ഹായ്, ഡോലു ഹായ് പറ. ഡോലു എല്ലാരും ഹായ് പറ. ആ ഞങ്ങളുടെ ഡെല്ലൂസ് ഊഞ്ഞാലിൽ കയറണം എന്നും പറഞ്ഞിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇതെന്ത് കളിയാ? വട്ടം നാരങ്ങയോ? ഇവരാരും ഒരെണ്ണത്തിൽ സ്ഥിരമായിട്ടിരിക്കുന്നില്ല. ഒന്നിൽ കയറിയിട്ട് അടുത്തതിലേക്ക് ഓടി നടക്കുകയാണ്.
വേണ്ടേ, ഒരാൾ ഇങ്ങോട്ട് പോയിട്ടുണ്ട്, ഒരാൾ അങ്ങോട്ട് പോയിട്ടുണ്ട്, ഒരാൾ ഇതേ ഓടുന്നു. ഈ അഡ്വഞ്ചർ പാർക്ക് ശരിക്കും നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയ ഒരു ബോണസ് ആയിരുന്നു. കാരണം ഇന്നത്തെ ട്രിപ്പിൽ നമുക്ക് അഡ്വഞ്ചർ പാർക്ക് നമ്മുടെ ലിസ്റ്റിലേ ഉണ്ടായിരുന്നില്ല. ശരിക്കും ആശ്രമം മൈതാനത്ത് ആ ടൈറ്റാനിക്കിൻ്റെ ഷോ കാണാനാണ് നമ്മൾ വന്നത്. പക്ഷേ 2 മണിക്ക് നമ്മൾ അവിടെ എത്തിയപ്പോൾ അത് ഓപ്പൺ ആയിട്ടില്ല, 4 മണിക്കേ ഓപ്പൺ ആവുമെന്ന് പറഞ്ഞത് കൊണ്ട് 2 മണിക്കൂർ നമുക്ക് എവിടെയെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യണമല്ലോ. അതുകൊണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു സ്ഥലമാണ് ഈ പാർക്ക്. ഇങ്ങോട്ടേക്ക് വന്നു. അതെ, ആ അപ്പുറത്തുനിന്ന് സ്റ്റെപ്പ് കയറി വന്ന ധൈര്യമൊന്നും അങ്ങ് മുകളിലെത്തിയപ്പോൾ ഡോലുവിന് ഇല്ല കേട്ടോ. താഴോട്ട് ഇറങ്ങി വരാതെ അവിടെ തന്നെ അങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുകയാണ് പാവം. ബാക്കിലോട്ട് പോകണോ ഫ്രണ്ടിലോട്ട് പോകണോ എന്നറിയാതെ അങ്ങനെ ഇരിക്കുകയാണ്. ബാക്കിലോട്ട് പോകുന്നു. ആ കൈവിട്. ഒരു ചെറിയ യൂട്യൂബർ ഇവിടെ നിന്ന് യൂട്യൂബ് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. പാവം സെൻസു ഒറ്റയ്ക്ക് ഊഞ്ഞാലാടുകയാണ്. പിള്ളേർ മാത്രം അങ്ങനെ എൻജോയ് ചെയ്യാൻ മതിയോ? അങ്ങനെ ഞാനും അമ്മുവും കൂടെ ഒരു ഊഞ്ഞാലിൽ കയറി. നമ്മുടെ വണ്ടർലായിലൊക്കെ ഉള്ള ഒരു ഊഞ്ഞാലായിരുന്നു അത്. അതിൽ കയറി ഇങ്ങനെ ആടുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ആടുന്നത് കണ്ടപ്പോൾ കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് നല്ല സ്പീഡിൽ ഊഞ്ഞാലാട്ടി തന്നു. മമ്മിമാർ രണ്ടും അവിടെ ഇങ്ങനെ കണ്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ അഡ്വഞ്ചർ പാർക്കിൽ ഭയങ്കര അഡ്വഞ്ചർ ആയിട്ട് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് മമ്മി നോക്ക്. അങ്ങനെ കുറേ സമയം നമ്മൾ ആ ഊഞ്ഞാലിലിരുന്ന് തന്നെ ടൈം കളഞ്ഞു. ഈ ഊഞ്ഞാല് മാത്രമല്ല കേട്ടോ, ശരിക്കുമുള്ള ഊഞ്ഞാലും അവിടെ ഉണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ആ ഊഞ്ഞാലിലോട്ടാണ് കയറാൻ പോയത്. പിന്നെ ഞാൻ ഈ ഊഞ്ഞാലിൽ തന്നെ കയറിയിരുന്നു, തന്നെ ആടി. പണ്ടെന്നോ ആടിയതാണ് ഊഞ്ഞാല്. അതിനുശേഷം ഇന്നാണ് ഊഞ്ഞാലാടുന്നത്. അങ്ങനെ എല്ലാവരും ഊഞ്ഞാലാടുന്ന ഏരിയയിലേക്ക് എത്തി ഊഞ്ഞാലാടി എൻജോയ് ചെയ്യുകയാണ്. പിന്നെ ഇന്നത്തെ നമ്മുടെ ഡ്രസ് കോഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ? എല്ലാം വളരെ യാദൃശികമായി സംഭവിച്ചതാണ്. 4 പേര് വൈറ്റും 4 പേര് ബ്ലാക്കും. എങ്ങനെയുണ്ട്? അപ്പോഴാണ് അമ്മ പറഞ്ഞത് അമ്മ ഒറ്റയ്ക്കിരുന്ന് ഊഞ്ഞാലാടുന്നൊരു വീഡിയോ എടുത്ത് കൊടുക്കുമെന്ന്. അപ്പോൾ പിന്നെ നമ്മൾ നേരെ പിള്ളേരെയൊക്കെ അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി നിർത്തിയിട്ട് ഊഞ്ഞാലാടുന്ന വീഡിയോ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഗ്യാപ്പിൽ നമ്മുടെ ഡോലും സ്റ്റെൻസയും കൂടെ ഒരിടത്ത് പോയി നിൽക്കുന്നത് കാണിച്ചു തരാം. അവിടെ കണ്ടോ, ഒരു കുട്ടി പാർക്കിൽ നിന്ന് തിരിച്ചു പോകണ്ടെന്ന് പറഞ്ഞ് തറയിലിരുന്ന് കരയുകയാണ്. അതും ചെന്ന് നോക്കി നിൽക്കുകയാണ് ഇവർ 2 പേരും കൂടെ. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ചെറിയൊരു വാട്ടർ റൈഡായിരുന്നു അത്. ഡോലുവിനെ അതിലിറക്കിയാലുള്ള കാര്യം പറയണ്ടല്ലോ, പിന്നെ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുക്കേണ്ടി വരും. അതിലിറങ്ങണമെന്നും പറഞ്ഞ് കരഞ്ഞ് ബഹളം വെച്ച് ഇരിക്കുന്ന ആളെയാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു ബുദ്ധൻ്റെ സ്കൾപ്ചറുണ്ട്. ചാവറ വിജയൻ ബുദ്ധൻ 99 എഴുതിയിട്ടുണ്ട്. ഇതാണത്. ഒരുപാട് വർഷത്തെ പഴക്കമുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതിൻ്റെ ചുറ്റുമാണ് ഈ പാർക്കും കാര്യങ്ങളുമൊക്കെ. നമ്മൾ കൊല്ലം ജില്ലക്കാർ ഒട്ടും മിസ്സാക്കാതെ വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണിത്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും. അവിടെ ആ തൊട്ടപ്പുറത്തൂടെ ഒഴുകുന്നത് അഷ്ടമുടിക്കായലാണ്. അതുവഴി ബോട്ടിങ്ങും ചെറിയ ബോട്ട് റേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ അതിൻ്റെ ആ തീരത്ത് ഇങ്ങനെ ഇരിക്കാനുള്ള ഒരുപാട് കോർണേഴ്സ് ഉണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് അതിൻ്റെ ഭംഗി ആസ്വദിക്കാനൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചുറ്റുമുണ്ട്.
അതിൻ്റെ ഇടയിൽ ഡോലു വീണ്ടും ഈ കമ്പി സാധനം കണ്ടപ്പോൾ അതിനകത്തോട് ഒരു പേടിയുമില്ലാതെ കയറി പോവുകയാണ്. ഇപ്രാവശ്യം ഒരു സൈഡിൽ കൂടെ ഡോലുവും അപ്പുറത്തെ സൈഡിൽ കൂടെ സിയയും കയറി വരുന്നുണ്ട്. രണ്ടുപേരും നടുക്കെത്തിയിട്ട് പരസ്പരം കൂട്ടിമുട്ടുമോ എന്ന് നമുക്ക് നോക്കാം. ഇല്ല ഗായ്സ്, രണ്ടുപേരും പകുതി എത്തിയപ്പോൾ തന്നെ പേടിച്ചിട്ട് താഴോട്ടിറങ്ങി. ഇതാണ് ഞാൻ പറഞ്ഞ ആ അഷ്ടമുടിക്കായൽ. എന്ത് ഭംഗിയാണെന്നറിയാമോ? ഇതിൻ്റെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ആ കാറ്റും കൊണ്ട് അങ്ങനെ ഇരിക്കാൻ സമയം പോകുന്നതേ അറിയില്ല. അങ്ങനെ നമ്മൾ ആ കിട്ടിയ 2 മണിക്കൂർ ഫുള്ളും ഈ പാർക്കിലും ഈ തീരത്തും ഒക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഈ പാർക്കിലേക്ക് കയറുന്നതിന് 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് 12 രൂപയും പിന്നെ അഡൾട്ട്സിന് 24 രൂപയുമാണ്. അങ്ങനെ പാർക്കിൽ നിന്നിറങ്ങി നേരെ നമ്മൾ വീണ്ടും ആശ്രമം മൈതാനത്ത് എത്തി. അവിടെ ടൈറ്റാനിക്കിൻ്റെ ഫെസ്റ്റ് നടക്കുകയാണ്. അധിക ദൂരമൊന്നുമില്ല, പാർക്കും ഇതും തമ്മിൽ ഒരു 5 മിനിറ്റിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഓടി കയറിയിട്ട് ഇങ്ങനെ ഓരോരുത്തരെയായിട്ട് അകത്തൊക്കെ കയറ്റുകയാണ്. ഇവിടെയും ടിക്കറ്റ് ഉണ്ട്. എൻട്രി ഫീസ് 100 റുപ്പീസാണ് ഒരാൾക്ക്. സോ ഇതാണ് ഫസ്റ്റ് ജസ്റ്റ് കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത്. ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ടൈറ്റാനിക്കിൻ്റെ ഷേപ്പിൽ ഒരു വലിയ ഒരു ഷിപ്പ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇൻസൈഡൊക്കെ കറക്റ്റ് ഒരു കപ്പലിനുള്ളിലുള്ളതും പോലെ തന്നെയാണ് അവർ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നേരെ സ്റ്റെപ്പ് കയറി ഏറ്റവും മുകളിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഈ ക്യാപ്റ്റനൊക്കെ ഇരിക്കുന്ന സീറ്റില്ലേ, അതുപോലെയുള്ള സ്ഥലം. അപ്പോൾ ആ ഒരു റൗണ്ട് വീൽ ഷേപ്പ് കറക്കാനായിട്ട് എല്ലാവരും വഴക്ക് കൂടിയാണ്. ഡോലു ആരെയും അവിടോട്ട് അടുപ്പിക്കുന്നില്ല, എല്ലാവരെയും മാറ്റിയിട്ട് അവൻ ഒറ്റയ്ക്കത് കറക്കണം എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇതായിരുന്നു അന്ന് ആ ടൈറ്റാനിക് ഷിപ്പിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇതൊക്കെയെന്ന് തോന്നുന്നു. അവരുടെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് അതിനുള്ളിലുള്ളത്. ഈ മാല അതിനുള്ളിലുള്ള ആരോ ഇട്ടിരുന്നൊരു മാലയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ടൈറ്റാനിക് സിനിമ കണ്ടവർ ഇതിൻ്റെ സ്റ്റോറിയൊക്കെ കറക്റ്റായിട്ട് അറിയാവുന്നവരൊക്കെ കമൻ്റ് ഇട്ടാൽ നമുക്കും കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതായിരിക്കും. ഇവർ ഇതിനുള്ളിൽ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ മെയിൻ ലോഞ്ച് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നേരെ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങോട്ട് പോവുകയാണ്. സ്റ്റെപ്പ് ഇറങ്ങാൻ വയ്യാത്തതിന് ഡോലു സ്റ്റെപ്പ് നിരങ്ങി ഇറങ്ങി വരികയാണ്. അങ്ങനെ നമ്മളെല്ലാവരും അത് ഫുള്ളും ചുറ്റി നടന്ന് കണ്ടു. ഒരു ചെറിയ വള്ളവും പിന്നെ വലിയ ഒരു ഷിപ്പും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. എല്ലാം ഒന്നും ഞാൻ കറക്റ്റായിട്ട് വീഡിയോ എടുത്തിട്ടില്ല. എടുത്തതൊക്കെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് നമ്മൾ നേരെ എത്തിയത് ഗുണ കേവിലേക്കാണ്. അറിയില്ലേ, നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലെ കുട്ടേട്ടാന്ന് വിളിക്കുന്ന ഗുണ കേവ്. അങ്ങനെ അതിലേക്ക് കയറി പോവുകയാണ് നമ്മൾ. അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, ഇത് 1 വേ പാസേജ് ആണ്, ഇതുവഴി കയറിപ്പോയാൽ തിരിച്ചിറങ്ങി വരാൻ കഴിയില്ല. ആ ഒരു നിമിഷം ഞാൻ ശരിക്കും ആലോചിച്ചു പോയി. നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇതിൻ്റെ ഉള്ളിലൂടെ നടന്നു പോകുമ്പം പോലും ഒരു ചെറിയ പേടി നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് ഇതിനകത്ത് പെട്ടുപോയ ഒരാളുടെ ആ ഒരു അവസ്ഥയെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അങ്ങനെ കൈ പിടിച്ച് നടന്നു വന്ന ഡോലു പകുതി വെച്ച് തോളത്ത് കയറിയിട്ടുണ്ട്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് അവർ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത ഓരോ കാര്യങ്ങളാണ്. അത് കണ്ടോ, ഒരു വവ്വാൽ അവിടെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു മരം, ഒരുപാട് പഴക്കം ചെയ്ത മാതിരി ഒരു മരം, അതിന് ഫുള്ളായിട്ട് വവ്വാലുകൾ അങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ സൈഡിൽ തന്നെ ഒരു ചെറിയ വെള്ളച്ചാട്ടവും അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ശരിക്കും ഗുഹയുടെ ഉള്ളിൽ വെള്ളച്ചാട്ടമൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിലാണ് അവർ വെള്ളച്ചാട്ടം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഗുണ കേവിൽ നമ്മൾ കയറി ഇറങ്ങുന്നത് വരെയും അവർ അതിനകത്ത് ഒരുപാട് ഹൊറർ സൗണ്ടുകളും പിന്നെ ആ ഫിലിമിൽ നമ്മൾ കണ്ട മാതിരിയുള്ള കുട്ടേട്ടാന്നുള്ള വിളിയും കുറച്ച് ഡയലോഗും ചെറിയ മ്യൂസിക്കും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ത്രൂ ഔട്ട്. സോ അതുകൊണ്ട് നമുക്ക് നല്ലൊരു എഫക്റ്റ് തന്നെയായിരിക്കും അതിൽ നിന്ന് കിട്ടുന്നത്. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി നേരെ ഈ ഗുണ കേവിൻ്റെ എൻഡിലെത്തുമ്പോൾ പിന്നെ കാണുന്നത് ഇതുപോലെ ഓരോ ബുക്കല്ല മൊത്തത്തിലുള്ള സ്റ്റോളുകളാണ്. അവിടെ ഇല്ലാത്തതായിട്ടുള്ള ഒന്നും തന്നെയില്ല. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇന്നത്തെ വിശേഷം ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. ഞങ്ങൾക്ക് ഈ സ്റ്റോളിലൊക്കെ ഒന്ന് കയറി ഇറങ്ങണം. സോ ബൈ ബൈ.
അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. ഇത് കോളിഫ്ലവർ ഫ്രൈ ആണ്, നല്ല അടിപൊളിയായിരുന്നു. അതിനുശേഷം ഒരു വലിയ സ്പ്രിങ് റോൾ എടുത്തു. ഇത് പൊട്ടറ്റോ ഫ്രൈ ആയിരുന്നു, അതും നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ കുറേ ഫുഡൊക്കെ നമ്മൾ ട്രൈ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് പുറത്തിറങ്ങി. പുറത്ത് കുറച്ച് വലിയ പാർക്ക് പോലെ ഇതൊക്കെയുണ്ട്, പക്ഷേ നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ പോയിട്ട് വന്നതുകൊണ്ട് പിന്നെ ഇതിലൊന്നും നമുക്ക് കയറേണ്ടി വന്നില്ല. സോ അവിടുന്ന് നമ്മൾ നേരെ തിരിച്ചിറങ്ങി വീട്ടിലേക്ക് പോരുകയാണ്. പിള്ളേരൊക്കെ ഓരോ കൊച്ചു ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഡോലി ഒരു തോക്കാണ് വാങ്ങിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയപ്പം പാടിയ പാട്ടൊക്കെ പാടി തിരിച്ച് കാറിൽ എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് തിരിച്ചിങ്ങ് നമ്മുടെ കൊട്ടാരക്കരയെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യുക. വീണ്ടും നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.